28 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. പ്രമുഖ കമ്പനികളായ കജാരിയ, ജോൺസൺ, സിംപോളോ, ജാഗ്വർ, ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ, സാനിറ്ററി വെയറുകൾ, ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. പട്ടാമ്പിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം കൃത്യമായ ആസൂത്രണത്തിലൂടെയെന്ന് പോലീസ്. കൊല്ലപ്പെട്ട പ്രവിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് തൃത്താല ആലൂർ സ്വദേശി പ്രവിയെ പട്ടാമ്പി തീരദേശ റോഡിൽ കുത്തിവീഴ്ത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃത്യം ചെയ്ത സുഹൃത്തു കൂടിയായ ആലൂർ സ്വദേശി സന്തോഷിനെ പിന്നീട് ബന്ധുവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പ്രണയം നിരസിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൊല്ലപ്പെട്ട പ്രവിയെ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ പ്രതി സന്തോഷ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. പ്രവിയുടെ അടിവയറിന് താഴെയും നെഞ്ചിലുമാണ് ആഴത്തിൽ കുത്തേറ്റിരിക്കുന്നത്. കഴുത്തിൽ കത്തിക്കൊണ്ട് വരഞ്ഞ പാടുകളും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പ്രവിയെ കൊലപ്പെടുത്തി അരമണിക്കൂറിനുള്ളിലാണ് സന്തോഷ് സഹോദരന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. പ്രവിയെ സുഹൃത്ത് സന്തോഷ് കുത്തിവീഴ്ത്തിയ ശേഷം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുത്താൻ ഉപയോഗിച്ച കത്തിയുടെ ഉറ, തീ കൊളുത്തിയ ലൈറ്റർ എന്നിവയും സമീപത്തുനിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രവിയെ കൊലപ്പെടുത്തിയ കാര്യം സന്തോഷ് ബന്ധുക്കളെ വിളിച്ചറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. സന്തോഷിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരി കൂടിയായിരുന്നു മരിച്ച പ്രവിയ. ഇവിടെ നിന്നും ജോലി ഉപേക്ഷിച്ച് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായതിനു പിന്നാലെയാണ് പ്രവിയെ അപായപ്പെടുത്തുവാൻ സന്തോഷ് നിരന്തരം ശ്രമിച്ചതെന്നും പറയുന്നുണ്ട്. 29-ന് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്തിരിയണമെന്ന് പ്രവിയോട് സന്തോഷ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധുക്കൾ സൂചന നൽകിയിട്ടുണ്ട്. സൗഹൃദത്തിനൊപ്പം സാമ്പത്തികമായ ഇടപാടുകൾ ഇവ നടത്തിയിരുന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചതായാണ് സൂചന. ഇരുവരുടെയും ഫോൺ രേഖകളും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്.